കണ്ടോ? ഇത്രയും മിക്സാണിത്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വയസ്സാകുന്നില്ലേ എന്ന് ചോദിക്കും. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. 35 വയസ്സ് കഴിഞ്ഞവർ തീർച്ചയായിട്ടും ഈ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഫലപ്രദമാണിത്. ഹായ്, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ ഫസ്റ്റ് തന്നെ ഇൻട്രഡക്ഷൻ പറയണില്ല, നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. കണ്ടോ, ഒരു കിഡിലൻ പാക്കാണ് ഇത്. എന്തിനുള്ളതാണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു 30-35 വയസ്സ് കഴിഞ്ഞാൽ ഈ പാക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ മാറും. അതേപോലെ നമ്മുടെ സ്കിന്ന് കവിളൊക്കെ ഇങ്ങനെ സാഗ് ചെയ്ത് വരുന്ന അവസ്ഥയുണ്ടല്ലോ, തൂങ്ങിക്കിടക്കുന്നത്. അങ്ങനെ കിടക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് പ്രായം തോന്നുക. അപ്പോൾ അത് മാറി സ്കിൻ ടൈറ്റ് ആവും, ചുളിവുകൾ മാറും, വരകൾ മാറും. അതായത് നമുക്ക് എത്ര വയസ്സായാലും, ഇപ്പം 60 വയസ്സായാലും 50 വയസ്സായാലും ഒക്കെ നമ്മുടെ സ്കിന്നിന് ആ ഒരു പ്രായത്തിൻ്റെ പ്രശ്നം വരില്ല. ചുളിവുകളും വരകളും വരുമ്പോഴും നമ്മുടെ സ്കിന്നിൻ്റെ ടൈറ്റ്നെസ് നഷ്ടപ്പെടുമ്പോഴുമാണ് നമുക്ക് അത് തോന്നുക, ഫീൽ ചെയ്യാം. അപ്പം അകാല വാർദ്ധക്യമാണെങ്കിലും പ്രായം മൂലമുണ്ടാകുന്ന ചുളിവുകളാണെങ്കിലും ഒക്കെ മാറും. 30-35 വയസ്സ് കഴിഞ്ഞവർ തീർച്ചയായിട്ടും ഈ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഫലപ്രദമാണിത് കേട്ടോ. കാരണം ഇതിൽ ചേർന്നിരിക്കുന്ന കാര്യം അതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ അടിപൊളിയാണിത് കേട്ടോ. ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഞാൻ പറയാം. ആ പറയുന്നതിനാൾ മുൻപ് നിങ്ങൾക്ക് ഇതൊന്ന് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഫസ്റ്റ് വീഡിയോ ലെങ്തി ആവാതിരിക്കുക. അപ്പം മിക്സ് ചെയ്യണ എന്തൊക്കെ ഇതിലുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അതിനാൾ മുന്നേ ഞാനൊന്ന് അപ്ലൈ ചെയ്യാൻ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഞാനിത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ഞാൻ നൽകും. പക്ഷെ ഞാൻ അതിപ്പോൾ ചെയ്യുന്നതെന്ന് പറയാനൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പക്ഷേ ഉപയോഗിച്ചവർക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണിത്. അത് ഒരാഴ്ചയിൽ 3 ദിവസം കണ്ടിന്യൂ ചെയ്ത് പോകണം, സ്റ്റോപ്പ് ചെയ്യല്ല. ഒരു നന്നായി ചുളിവുകളുള്ളവർ ഇടവിട്ട ദിവസങ്ങൾ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞാൽ മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ മാസത്തിൽ 2 തവണയോ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കീപ്പ് ചെയ്ത് പോവുക. നമ്മൾ നേച്ചറിലല്ലേ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്താൽ നമുക്ക് ഫലം കിട്ടാം. അപ്പം നിങ്ങൾക്ക് ഈ പാക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചെയ്തൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അപ്പം അതിനാണ് മുന്നേ നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ, അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ കേട്ടോ മുഖത്തൊന്നും ഇട്ടിട്ടില്ലേ, പൗഡറൊന്നും ഇട്ടിട്ടില്ലേ, അപ്ലൈ ചെയ്യാണ്. വളരെ നല്ലതാണ് കേട്ടോ. ചുളിവുകളൊന്നും നമുക്ക് വരില്ല, ഉള്ളത് മാറും ചെയ്യും. എല്ലാവർക്കും ചുളിവുകൾ വരുമ്പോഴാണ് നമുക്ക് ആ പ്രായം കാണിക്കുക അല്ലേ. നിങ്ങൾ ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളോട് മറ്റുള്ളവർ ചോദിക്കും, ഇതെന്താണ് നിങ്ങൾക്ക് വയസ്സാകുന്നില്ലേ എന്ന് ചോദിക്കും. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഹെർബലാണ്, നേച്ചറലായതുകൊണ്ട് തന്നെ കെമിക്കലൊന്നുമില്ല. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് പ്രശ്നം വരുന്നില്ല കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ നല്ല കിടിലൻ പാക്കാണ്, എല്ലാവരും ചെയ്യണേ. ഇപ്പോൾ ഇത് താഴത്ത് ഞാനൊരു ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ താഴ്ത്ത് വീഴും കേട്ടോ. നല്ല കിടിലാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ചുളിവുകൾ മാറുന്ന 2 കാര്യങ്ങൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ള 2 കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മളിതിൽ നമ്മുടെ കരിമങ്കലും മൂലം വിഷമിക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട്, നമ്മൾ വിളിക്കാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് കുറേ റിസൾട്ട് കിട്ടിയിട്ടുള്ള, വേഗത്തിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യം കൂടി നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനും നമുക്കൊരു സൊല്യൂഷനായി. അപ്പോൾ അതും ഇതിനോടൊപ്പം തന്നെ മാറും കേട്ടാ. അപ്പോൾ ഇത് ഉണങ്ങട്ടെ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് ഇതിന് മേലെ ഞാൻ ഇടാം. അതിന് ശേഷം നമുക്ക് ഇതാക്കട്ടെ. അതിപ്പോൾ ഒരു ദിവസം ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് അല്ല, പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ ആ ടൈറ്റ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് പോകണേ, നല്ലതാണ്. 30+ തൊട്ട് നിങ്ങളത് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളിത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും. സ്കിപ്പ് ചെയ്യാതെ കാണണേ. കാരണം അത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഓടിപ്പോകരുത്. പിന്നെ അത് വേറൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ആ 2 മെത്തേഡിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അത് ഫുള്ളും കണ്ടിട്ട് നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള രീതി നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണം. അപ്പോൾ നിങ്ങളിതിൽ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നും കണ്ടിട്ട് വരും. അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിലേക്ക് വേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ എടുക്കാം കേട്ടോ.
അപ്പം ഇത് നമ്മുടെ നിങ്ങൾക്കറിയാം ലോദ്ര പൗഡറാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അത്യാവശ്യം തിക്കായിട്ട് ഇടണം ലോദ്ര പൗഡർ. 1 സ്പൂൺ എടുത്തിട്ടില്ലേ, 1/2 സ്പൂൺ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എന്ന് വെച്ചാൽ എല്ലാതും നമ്മൾ ഒരു ഇത് ചേർക്കുന്നതാണ് നല്ലത്. ലോദ്രയുടെ കൂടെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്യാണ് നല്ലത്. ഏതെങ്കിലും മതി. ഇപ്പോൾ ലിക്വറൈസ് തന്നെ വേണമെന്നില്ല. കോലരക്ക് നവരയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ലിക്വറൈസാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ലിക്വറൈസ് ചേർക്കുമ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ കരിമങ്കല്ലുള്ളവർക്കും കൂടി അത് ഇതാവും. അപ്പം എൻ്റെ ലിക്വറൈസ് ഇതായി ഞാൻ ഉപയോഗിക്കുന്നത് കഴിഞ്ഞു, അതാണ് കേട്ടോ. അപ്പോൾ ഇതും 1/2 സ്പൂൺ കേട്ടോ. അപ്പോൾ ലിക്വറൈസ് ലോദ്ര കളറിൻ്റെ ചേഞ്ച് കണ്ടോ, വാങ്ങിച്ചവർക്കറിയാം. ഇത് ഒരുപാട് സെയിലായിട്ടുള്ള പ്രോഡക്റ്റാണ്, നമ്മുടെ ഒരുപാട് സെയിലായിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പം ഇതിലേക്ക് നമ്മൾ ചുളിവുകൾ മാറ്റാനായിട്ട് ലോദ്രയുടെ പോലെ തന്നെ ഏറ്റവും ബെസ്റ്റാണ് ഈ എഗ് വൈറ്റ് എന്നുള്ളത്. പിന്നെ അത് കുറച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ എഗ് വൈറ്റും കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം. ഒരു എഗ്ഗിൻ്റെ എടുത്തോളൂ. യെല്ലോ വേണ്ട, അത് മാറ്റണേ. അപ്പോൾ അതിൻ്റെ എഗ് വൈറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ആക്കണമെങ്കിൽ സ്പൂൺ കൊണ്ട് മിക്സ് ആക്കാം. പക്ഷേ ഏറ്റവും നല്ലത് നമ്മുടെ മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് അടിക്കുകയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും. അപ്പോൾ നമുക്കൊന്ന് അടിച്ചിട്ട് വരാം. അല്ലെങ്കിൽ ഇത് കട്ടായിട്ട് ഇങ്ങനെ ഇരിക്കും. നമുക്കിത് മിക്സിയിൽ അടിക്കാം. കണ്ടോ, ഇതിപ്പോൾ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം എടുക്കും ഇത് നമുക്കിങ്ങനെ ഇതായി കിട്ടാൻ. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചിട്ട് വരാം കേട്ടോ. ജാറിലേക്ക് ഇടാം കേട്ടോ. നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അടിച്ച് കിട്ടും, കട്ടയൊന്നും ഇല്ലാതെ. എഗ് വൈറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ അധികം മിക്സ് ആവാത്തത്. അപ്പോൾ നമുക്ക് ജാറിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ വേഗം എളുപ്പത്തിൽ മിക്സായി കിട്ടും. അപ്പോൾ നമുക്കൊന്ന് അടിച്ചിട്ട് വരാം കേട്ടോ. അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടോ. നമുക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. എഗ് വൈറ്റ് ഒഴിവാക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ചുളിവുകൾ നന്നായിട്ടുള്ളവർ എഗ് വൈറ്റ് തന്നെ യൂസ് ചെയ്യുക. കാരണം എഗ് വൈറ്റിന് നമ്മുടെ സ്കിൻ ടൈറ്റ് ആക്കാനും ചുളിവുകൾ മാറ്റാനും ഒരുപാട് കഴിവുള്ളതാണ്. അപ്പോൾ ലോദ്രയും എഗ് വൈറ്റും എന്തായാലും ചുളിവുകൾ മാറാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളതെന്തായാലും ഒഴിവാക്കരുത് കേട്ടോ. ഏറ്റവും ബെസ്റ്റാണ് ചുളിവ് മാറ്റാൻ. നമ്മുടെ പ്രായം മൂലമുണ്ടാകുന്ന ചുളിവുകളും അകാല വാർദ്ധക്യം മൂലമുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറാനായിട്ട് ബെസ്റ്റാണ് ലോദ്ര. അതിനോടുകൂടി എഗ് വൈറ്റും കൂടി ചേരുമ്പോൾ വളരെ നല്ലതാണ്. ഈ പറഞ്ഞ പോലെ ലിക്വറൈസും കൂടി ചേരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആവും ചെയ്യും, അതുപോലെ കരിമങ്കല്ലി മാറും ചെയ്യും. അപ്പോൾ എല്ലാം ഈ രണ്ടും നമ്മൾ മിക്സ് ചെയ്യുന്നത് നമുക്ക് ഈ ഗുണങ്ങളൊക്കെ ലഭിക്കും. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ്. ഇനി ഒന്നും കൂടി ലൂസ് ആക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഞാനൊരു ചെറിയൊരു എഗ്ഗാണ്, അപ്പോൾ അതിൻ്റെ ആ ഒരു എഗ് വൈറ്റിൽ ഇത് കറക്റ്റാണ്. ഇനി കുറച്ചുകൂടി ലൂസായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ മുട്ട എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒരു സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി മിക്സ് ആക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മിക്സിങ് കണ്ടുല്ലോ, ഞാൻ നന്നായിട്ട് അത്യാവശ്യം കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈ ആയി സംസാരിക്കരുത്, ചുളിവുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇവിടെയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഞാൻ കഴുകി കാണിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യം പറയും, കാരണം സംസാരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ കഴുകി തുടച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തുടക്കണുള്ളൂ 5 മിനിറ്റ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. പക്ഷെ 5 മിനിറ്റ് ഒന്നും നിങ്ങൾ 10 മിനിറ്റ് ഇടണേ. നന്നായിട്ട് സ്കിൻ ടൈറ്റ് ആവും ചെയ്യും. അതേപോലെ നമ്മൾ ലിക്വറൈസ് ചേർത്തിട്ടുള്ളത് കൊണ്ട് നന്നായിട്ട് ബ്രൈറ്റ് ആവും ചെയ്യും, നിറം കൂടും, ചുളിവുകൾ മാറും. ഇപ്പോൾ എഗ് വൈറ്റ് ആയതുകൊണ്ട് ചുളിവുകളുള്ളവർക്ക്, എനിക്കിപ്പോൾ ചുളിവുകൾ അങ്ങനെ കാണാത്ത രീതി ചുളിവുകളില്ല. ഇവിടെയാണ് നമ്മളിങ്ങനെ പിടിക്കും, മുകളിലേക്കൊക്കെ നോക്കുമ്പോൾ കണ്ണ് നമ്മളിങ്ങനെ മേപ്പോട്ടാക്കുമ്പോഴൊക്കെ ഇവിടെ മാത്രം നിസ്സാരമായിട്ട് വരാറും. അപ്പോൾ അല്ലാതെ ചുളിവുകളൊന്നും വന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്കതിൻ്റെ ചുളിവുകൾ മാറിയോ എന്ന് എനിക്ക് അറിയാനായിട്ട് പറ്റില്ല. പക്ഷെ നന്നായിട്ട് സ്കിൻ ടൈറ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ മുഖം നന്നായിട്ട് ബ്രൈറ്റൻ ആവും, നന്നായിട്ട് വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ.
കളറൊക്കെ. കാരണം ഞാൻ 5 മിനിറ്റ് ഇട്ടുള്ളൂ, അല്ലാണ്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നേരില്ലാത്തത് കൊണ്ട് പണികളൊക്കെ ഉള്ളത് കൊണ്ട് വേഗം കഴുകിയതാണ്. എന്തായാലും ഫേസ് പാക്ക് ഇട്ടെല്ലാം കാണിച്ചാൽ നമുക്ക് കഴുകി കാണിച്ചു തരണ്ടേ. അപ്പോൾ നിങ്ങളിത് ഒറ്റ ദിവസം ഇട്ടാൽ പോരാ. നമ്മുടെ ഇപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് മാജിക് അല്ല. പക്ഷേ നമുക്ക് എഗ് വൈറ്റിൽ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറ്റാൻ കാണാൻ സാധിക്കും. നിർത്തരുത്. ആഴ്ചയിൽ 3 ദിവസം നിങ്ങളിത് ചെയ്യുക. പിന്നെ നിങ്ങളിതിൽ ഞാൻ ഇട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുല്ലോ. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളത്. അവർ പറഞ്ഞ നേരം വഹിക്കുന്നില്ല. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. 30+ കഴിഞ്ഞവർ ഇത് ചെയ്യണം. പിന്നെ ലോദ്ര അഥവാ പാച്ചോത്തി എന്ന് പറയുന്നത് ഒറിജിനൽ വാങ്ങിക്കാൻ ശ്രമിക്കണം. പിന്നെ എഗ്ഗ് നിങ്ങളുടെ വീട്ടിലുള്ളതാണ്. ലിക്വറൈസും ഒറിജിനൽ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. അത്രയേ ഉള്ളൂ. ഈ രണ്ടും ഒറിജിനൽ കിട്ടിയെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മളിവിടെ ചേർക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ തന്നെ സെയിലുള്ളതാണ്. ഞാൻ തന്നെ ഇവിടെ ഉണക്കി പൊടിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഒറിജിനലാണ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ട്സ് ആവശ്യമുള്ളവരാണെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ, ബുക്കിങ്ങിനായിട്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കസ്തൂരി മഞ്ഞളിൻ്റെയും പച്ചമഞ്ഞളിൻ്റെയും ഡിഫറൻസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. കാണാത്തവർ പോയി കാണാം. കസ്തൂരി മഞ്ഞൾ വേണം എനിക്ക്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ കമൻറ്റിൽ പറഞ്ഞിട്ടുള്ളവർക്ക് ഞാൻ പറയുകയാണ്. നിങ്ങൾ പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. എന്താണ് പ്രോഡക്റ്റ് വേണ്ടതെന്ന് മെസ്സേജ് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ കുറച്ചും കൂടി അറിയാനുണ്ടെങ്കിൽ എൻക്വയറി ചെയ്യുക. റീപ്ലൈ തരുന്നതായിരിക്കും. അതിൽ തന്നെ ഗൂഗിൾ പേ നമ്പറൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. കാരണം കൊറിയർ ചാർജൊക്കെ ഓരോരുത്തരെയും സ്ഥലം പ്ലേസ് എവിടെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെയുള്ള കാര്യങ്ങൾ നമ്മൾ അപ്പോൾ പറയാം. ഐറ്റം വേണ്ടവർ കേട്ടോ. എല്ലാ പ്രോഡക്റ്റും സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ മുന്നത്തെ വീഡിയോസ് കാണാത്തവരൊക്കെ പോയി കാണാം. ലിപ്ബാമിന് ഒരുപാട് ഓർഡറുകൾ പലരും ചോദിക്കുന്നുണ്ട്. അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വാട്സപ്പിൽ ബുക്ക് ചെയ്യുക കേട്ടോ. ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ്ബാമുണ്ട്. കളർ വേണ്ടാത്തവർക്ക് അതില്ലാത്ത ലിപ്ബാമുണ്ട്. പല ടൈപ്പിൽ നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസൊക്കെ കുറേ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കാണണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അതിലേക്കും എല്ലാവർക്കും ബൈ.